സ്തോത്രം. ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുക, നീ എഴുന്നേറ്റ്. അടുത്തിരിക്കുന്ന ആളുടെ പറ, ഒരു കോളിങ് വന്നാൽ പിന്നെ ഇരിക്കില്ല. വിളി കേട്ടാൽ പിന്നെ ഇരിക്കില്ല. ആര് കൂടെ വരും, ആര് കൂടെ എഴുന്നേക്കും, അതൊന്നും മാറ്റർ അല്ല. ബിക്കോസ് വിളി കേട്ടത് നീയാണ്. അതുകൊണ്ട് ഇറങ്ങണം. എഴുന്നേൽക്ക് അല്ലെങ്കിൽ പുറപ്പെട് എന്നൊരു നിയോഗം കിട്ടിയാൽ പിന്നെ അവിടെ ഇരിക്കരുത്. പിന്നെ ആ സ്ഥലം നിനക്ക് സ്യൂട്ടാവില്ല. അതുവരെ നിന്നെ കംഫർട്ടബിൾ ആക്കിയ, അതുവരെ നിന്നെ സാറ്റിസ്ഫൈഡ് ആക്കിയ ഒരു സ്ഥലമായിരിക്കും അത്. പക്ഷെ നീ അവിടുന്ന് എഴുന്നേൽക്കുന്നൊരു ദൈവശബ്ദം കേട്ടാ പിന്നെ ഇരിക്കരുത്. പിന്നെ നീ അവിടെ ഇരുന്ന അധികം പറ്റാവും. നിയോഗം എഴുന്നേക്കാൻ പറഞ്ഞു കിട്ടിയാൽ അപ്പ ചാടി എഴുന്നേൽക്കണം. പിന്നെ ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കരുത്. ഫിലിപ്പോസ് ആ സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആണ്. ബിക്കോസ് അയാൾ ഇപ്പോൾ ഇരിക്കുന്നത് ശമര്യയിലാണ്. ഇന്നുവരെ ഒരിക്കലും വെളിപ്പെട്ടിട്ടില്ലാത്ത പോലെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടൊരു സ്ഥലമാണ് ശമര്യ. ആമേൻ. ശമര്യയിൽ ഫിലിപ്പോസിനെ അതിശക്തമായി ദൈവം ഉപയോഗിച്ചു. താൻ ജെറുസലേമിൽ നിന്ന് ശമര്യയിലേക്ക് വന്നപ്പോഴാണ് ജെറുസലേമിൽ വെളിപ്പെടാത്ത ശുശ്രൂഷ ശമര്യയിൽ വെളിപ്പെട്ടത്. ഫിലിപ്പോസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ശമര്യയിലാണ് എൻ്റെ ശുശ്രൂഷകൾ വെളിപ്പെട്ടത്. അതുകൊണ്ട് അയാൾ വേണമെങ്കിൽ തെറ്റിദ്ധരിച്ച് കാണും, ഇനിയുള്ള എൻ്റെ അഭിഷേകവും എൻ്റെ ശുശ്രൂഷയും എൻ്റെ ഭാവി കാലവും ഒക്കെ ഈ ശമര്യയിൽ ഒരു ഉണർവിന് നിൽക്കാൻ ആയിരിക്കും. ഇമോഷണലി നിങ്ങളെ ലോക്ക് ചെയ്ത ദേശങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ പർപ്പസിനായി നിങ്ങളെ പുറപ്പെടുവിക്കും. വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്, അഭിഷേകമുണ്ട്. പക്ഷെ ചില ദേശങ്ങൾ വിട്ട് പുറപ്പെടാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ അവിടുന്ന് മൂവ് ചെയ്യും? ദൈവം നിങ്ങളെ മൂവ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ ദേശത്തു നിന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റാത്ത വിധത്തിൽ അവിടെ നിങ്ങളെ ലോക്ക് ചെയ്യുന്ന ഇമോഷണൽ കോണ്ടാക്റ്റുകൾ, ഇമോഷണൽ റിലേഷൻഷിപ്പുകൾ, ഇമോഷണൽ ബോണ്ടുകൾ എല്ലാത്തിനെയും ഇന്ന് ആത്മാവ് പൊട്ടിക്കും. എന്നിട്ട് നിങ്ങളെ അടുത്ത ദേശങ്ങൾ തുറന്ന് വിടും. ആമേൻ, 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 ആമേൻ. ചിലരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നീ നിൽക്കുന്ന ദേശം മാത്രമല്ല, വേറെ ചില പട്ടണങ്ങളും ദൈവത്തിന് പിടിക്കാൻ പദ്ധതിയുണ്ട്. അതിന് നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ചിലരുടെ മേൽ ദേശങ്ങളെ തൊടാനുള്ള അഭിഷേകവും നിയോഗവും പരിശുദ്ധാത്മാവ് തരുന്നു.